പ്രിയമുള്ള എൻ്റെ വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉള്ള ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് ENSന്റെ +2 കൊമേഴ്സിൽപ്പെട്ട ബിസിനസ് സ്റ്റഡീസ് കോഡ് നമ്പർ 319ന്റെ 8ാമത്തെ ചാപ്റ്ററായ സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്ടിങ്ങിന്റെ 2ാമത്തെ പാർട്ട് വീഡിയോസ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കറിയാം 2024 വന്ന സിലബസ് അപ്ഡേഷൻ പ്രകാരം മൊത്തം ചാപ്റ്റേഴ്സിന്റെ 60% മാത്രം നിങ്ങൾ പബ്ലിക് എക്സാമിന് പഠിച്ചാൽ മതി. ബാക്കി വരുന്ന 40% എക്സാമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ആ 60%ത്തിൽപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ചാപ്റ്ററിൽ 8ാമത്തെ ചാപ്റ്ററിനെ തന്നെ നമ്മൾ 3 പാർട്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, ഇപ്പോൾ 2ാമത്തെ പാർട്ടാണ്. ഇനി 3ാമത്തെ പാർട്ടിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്, 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ 2 മാർക്കും 4 മാർക്കും 5 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആൻസർ ആണ്. ഗൈഡ് വെച്ചിട്ടാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, എല്ലാ വിഷയത്തിന്റെയും മലയാളത്തിലുള്ള ഗൈഡുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ക്വസ്റ്റ്യൻസ് നമ്മൾ ബോർഡിൽ ഇംഗ്ലീഷിലാണ് എഴുതിക്കുന്നത്. കാരണം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലേ വരുള്ളൂ. മലയാളത്തിൽ എക്സാം എഴുതുന്നവർക്കും ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കും ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ എഴുതി അതിന്റെ അർത്ഥം മലയാളത്തിൽ പറഞ്ഞ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ 1-2 ചാപ്റ്ററുകൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ മലയാളത്തിൽ എഴുതാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഈസ് മീൻ ബൈ ഡെവലപ്മെന്റ്? എന്താണ് വികസനം? ഇപ്പൊ നമ്മൾ ചാപ്റ്ററിന്റെ പേര് സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്ടിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ജീവനക്കാരന്റെ വികസനമാണ് ഉള്ളത്. വികസനം എന്നത് നമ്മൾ പല രീതിയിലും അർത്ഥം വെക്കാറുണ്ട്. ഇതിപ്പോ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരന്റെ വികസനത്തെ കുറിച്ചിട്ടാണ്. അവിടുത്തെ തൊഴിലാളി ആയിക്കോട്ടെ, അവിടെ പണിയെടുക്കുന്ന ഏത് വ്യക്തിയാണെങ്കിലും അദ്ദേഹത്തിന്റെ വികസനമാണ്. അപ്പൊ വികസനം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വളർച്ചയാണ് അർത്ഥമാക്കുന്നത്. സമഗ്രമായ വളർച്ച, തങ്ങളുടെ ജോലികൾ ശരിക്കും നിർവചിക്കാൻ വേണ്ട അറിവും വൈദഗ്ധ്യവും ജീവനക്കാർക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, അതിലൂടെ ആ ജീവനക്കാരൻ വളരുകയാണെങ്കിൽ അതിനെയാണ് വികസനം എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനങ്ങളും എടുക്കാനൊക്കെ എന്താണ്, ജീവനക്കാർക്ക് ഇതിലൂടെ പരിശീലനം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ ഡയറക്ടിങ് സ്റ്റേറ്റ് എലമെന്റ്സ് ആണ്. എന്താണ് ഡയറക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്ന സുപ്രധാനപരമായ ഒരു ജോലിയാണ് ഡയറക്ടിങ് എന്ന്. പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സുപ്രധാനപരമായ ജോലിയാണ് ഡയറക്ടിങ്. മാനേജ്മെന്റിന്റെ ധർമ്മങ്ങൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആണ് വരുന്നത്. പ്രവർത്തനത്തിലേക്ക് നീക്കൽ എന്നാണ് ഈ വാക്കിന് അർത്ഥം. പ്രവർത്തനത്തിലേക്ക് നീക്കാൻ, ആളുകൾക്ക് നിർദ്ദേശം നൽകുക, അവരെ നയിക്കുക, പ്രചോദിപ്പിക്കുക എന്നിവയെല്ലാം ഡയറക്റ്റിൽ പെടും. പ്ലാനിംഗ്, സംഘാടനം, സ്റ്റാഫിംഗ് എന്നീ ജോലികൾ ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ മാത്രമാണ്. ഡയറക്റ്റ് എന്ന ജോലി മാനേജർ ആരംഭിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള പണി ആരംഭിക്കുന്നത്. അപ്പൊ ഡയറക്റ്റിംഗ് ആരംഭിക്കുമ്പോഴാണ് യഥാർത്ഥ പണി ആരംഭിക്കുന്നത്. അതായത് ജോലി ചെയ്യാൻ ആളുകൾക്ക് നിർദ്ദേശം നൽകൽ, അവർക്ക് മാർഗനിർദ്ദേശം നൽകൽ, അവരുടെ ജോലിയുടെ മേൽനോട്ടം നൽകൽ എന്നിവ ഇതിന്റെ കീഴിൽ വരുന്നുണ്ട്. നിർദ്ദേശങ്ങൾ നൽകുകയും ആദ്യം പ്ലാൻ ഇട്ടതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ നടപ്പ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതിന് ഉപയോഗിച്ച പ്രക്രിയകളും ടെക്നിക്കുകളൊക്കെയാണ് ഡയറക്ടിങ്ങിൽ വരുന്നത്. ഇനി ഡയറക്ടിങ്ങിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തൊക്കെയാണ് ഡയറക്ടിങ്ങിന്റെ എലമെന്റ്സ് എന്തൊക്കെയാന്നുള്ളതാണ് അടുത്ത ഇത് തന്നെ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതൊരു എസ്എ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എഴുതാം. അതിൽ ഒന്ന് സൂപ്പർവിഷൻ ആണ്. ഡയറക്ടിങ്ങിന്റെ 1ാമത്തെ എലമെന്റ്സ് ആണ് സൂപ്പർവിഷൻ, മേൽനോട്ടം. കീഴ് ജീവനക്കാരെ അവരുടെ ജോലി നിർവഹിക്കുന്നതിന് നേരിട്ട് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യലാണ് മേൽനോട്ടം. കീഴ് ജീവനക്കാരന് ജോലി നിയമിക്കുകയും അവരെ നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഒരു മേലുദ്യോഗസ്ഥന്. കീഴ് ജീവനക്കാരെ നോക്കി നടത്തുക, അവരുടെ ജോലി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന മേൽനോട്ടം.
കൂടുതൽ നന്നായി പണിയെടുക്കാൻ നിർദ്ദേശം നൽകുക, നയിക്കുക, പ്രചോദിപ്പിക്കുക എന്നീ ജോലികൾ അടങ്ങിയാണ് മേൽനോട്ടം. ഈ സൂപ്പർവിഷന്റെ പ്രാധാന്യം എന്തൊക്കെയാ വെച്ച് കഴിഞ്ഞാല് കൽപ്പനകളും നിർദ്ദേശങ്ങളും നൽകുമെന്ന് ഉറപ്പുവരുത്തുന്നുണ്ട്, നിയന്ത്രണത്തിന് സൗകര്യപ്പെടുത്തുന്നുണ്ട്, അച്ചടക്ക പാലനം നടത്തുന്നുണ്ട്, വിവരശേഖരണം നടത്തുന്നുണ്ട്, ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നുണ്ട്, പ്രേരണ മെച്ചപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെയാണ് ഡയറക്റ്റിന്റെ രണ്ടാമത്തെ എലമെന്റ്സ് ആണ് പ്രചോദനം, അതായത് മോട്ടിവേഷൻ നടത്തുക. ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടാൻ ആളുകളെ പ്രോത്സാഹിപ്പിച്ച് പണിയെടുപ്പിക്കുന്ന പ്രക്രിയയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ മോട്ടിവേഷന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. മനുഷ്യരുടെ പെരുമാറ്റത്തെ സഹതാപപൂർവ്വം മനസ്സിലാക്കാൻ കഴിവുണ്ടാക്കുന്നുണ്ട്. സ്ഥാപനങ്ങളിലെ അംഗങ്ങളിൽ ആഗ്രഹം, ആവേശം, ഉത്സാഹം എന്നിവ ഉളവാക്കാനും ശക്തിപ്പെടുത്താനും കഴിയണം. സ്ഥാപനത്തിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് സഹായകരമാണ്. ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇനി മോട്ടിവേഷന്റെ പ്രാധാന്യം എന്താ വെച്ചാൽ, മോട്ടിവേഷൻ ചെയ്യുമ്പോൾ കൂടുതൽ കാര്യക്ഷമത, കൂടുതൽ ആളുകൾക്ക് അതിൽ വർക്ക് ചെയ്യാനുള്ള മൈൻഡ് വരുമ്പോൾ കാര്യക്ഷമത, ഉത്പാദനക്ഷമതയൊക്കെ കൂടുന്നു, ഉത്പാദന ചെലവ് വർദ്ധിക്കുന്നു. പിന്നെ ലക്ഷ്യപ്രാപ്തി, മോട്ടിവേഷനിലൂടെ ലക്ഷ്യപ്രാപ്തി ലഭിക്കുകയാണ്. ജീവനക്കാരുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെ മാനേജ്മെന്റിന് അവരുടെ സഹകരണം ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത് പറയുന്നത് വ്യവസായ ബന്ധം മെച്ചപ്പെടുത്തുന്നുണ്ട്. പണമായിട്ടുള്ള പ്രതിഫലം, കാര്യക്ഷമതക്കുള്ള അംഗീകാരം, പ്രൊമോഷൻ തുടങ്ങിയ തൊഴിലാളികളെ തൃപ്തരാക്കുന്നുണ്ട്. അത് തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കിടയിൽ പരസ്പര വിശ്വാസം വളർത്തുന്നു. ഇതിന്റെ ഫലമായി മെച്ചപ്പെട്ട വ്യവസായ ബന്ധം നിലവിൽ വരും. പിന്നെ മാറ്റങ്ങളോടുള്ള എതിർപ്പ് കുറയും. പ്രചോദിപ്പിക്കലിലൂടെ തൊഴിലാളികൾക്ക് സ്വയം നന്നാകാൻ വിവിധ അവസരങ്ങൾ ലഭിക്കും. പ്രചോദിപ്പിക്കുന്നത് ഫലപ്രദമാണെങ്കിൽ അത് മാറ്റങ്ങളോടുള്ള എതിർപ്പിനെ ഒതുക്കാൻ സഹായിക്കും. പിന്നെ വരുന്നതാണ് ലീഡർഷിപ്പ്, നേതൃത്വം എന്ന് പറയുന്നത്. അടുത്ത ഡയറക്റ്റിന്റെ എലമെന്റ്സ് ആണ് നേതൃത്വം, ലീഡർഷിപ്പ്. ആത്മവിശ്വാസത്തോടും ആവേശത്തോടും പണിയെടുക്കുന്നതിന് കീഴ് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്ന ഒരു മാനേജറുടെ ശേഷിയാണ് ലീഡർഷിപ്പ്. ഈ ലീഡർഷിപ്പിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ മനോവീര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്, ആത്മവിശ്വാസം ഉളവാക്കുന്നുണ്ട്. അധികാര പ്രയോഗം കൊണ്ട് മാത്രം കാര്യം നടക്കില്ല. കീഴ് ജീവനക്കാരെ സ്വാധീനിക്കുകയും പ്രചോദിക്കുകയും ചെയ്യുന്ന നേതൃത്വം അധികാരത്തിന് താങ്ങാണ്. ഔപചാരികപരമായ ബന്ധങ്ങളിലെ കുറവുകൾ നികത്താൻ സഹായിക്കും. മാനേജ്മെന്റ് ജീവനക്കാർക്കും ഇടയിൽ സൗഹൃദ ബന്ധം പടുത്തുയർത്താനൊക്കെ കഴിയുമെന്നതാണ്. അടുത്ത ഡയറക്റ്റിന്റെ എലമെന്റ്സ് ആണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയമാണ്. ആശയവിനിമയം എന്നാൽ ആശയങ്ങൾ കൈമാറൽ എന്നാണ്. രണ്ടോ അതിലധികമോ ആൾക്കാർ തമ്മിൽ വസ്തുക്കൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ എന്നിവ കൈമാറുന്നതാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് തീരുമാനമെടുക്കുന്നതിന്റെയും പ്ലാനിങ്ങിന്റെയും മുഖ്യ പങ്ക് ആശയവിനിമയമാണ്. ഒരു സ്ഥാപനത്തിലെ പ്രവർത്തനം സുഗമവും കാര്യക്ഷമമാക്കുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ജീവനക്കാരെ പ്രചോദിപ്പിക്കാനും അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കാനും ഒക്കെ ആശയവിനിമയം കൊണ്ട് കഴിയുന്നുണ്ട്. പൊതുജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും കമ്മ്യൂണിക്കേഷനിലൂടെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ചോദ്യമാണ്, ഹൂ ഈസ് ലീഡർ, എക്സ്പ്ലെയിൻ ക്വാളിറ്റി ഓഫ് എ ലീഡർ. ആരാണ് ലീഡർ, അദ്ദേഹത്തിന്റെ ക്വാളിറ്റി എന്തൊക്കെയെന്നുള്ളതാണ്. നേതൃത്വത്തിന്റെ പലതരത്തിലുള്ള ഗുണങ്ങൾ ഉള്ള ഒരു വ്യക്തിയാണ് നേതാവ് എന്ന് പറയുന്നത്. നേതൃത്വത്തിന്റെ പല ഗുണങ്ങളുള്ള ഒരു വ്യക്തിയാണ് നേതാവ്. നേതാവിന്റെ നല്ലൊരു ലീഡർക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്ത്? ഒരു ഏത് മേഖലകളിലാവുമ്പോൾ ഒരു ലീഡർ ഉണ്ടാവും. അപ്പൊ സ്കൂളിലായിക്കോട്ടെ, ഒരു ഓഫീസിൽ എവിടെയാണെങ്കിലും ഒരു ലീഡർ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ട ബുദ്ധിശക്തി വേണം, അപ്പോൾ ആശയവിനിമയത്തിലുള്ള സാമർഥ്യം വേണം, ജോലിയിൽ പരിജ്ഞാനം വേണം, മനുഷ്യത്വം വേണം, ആത്മവിശ്വാസം വേണം, സർഗാത്മക ചിന്തയും മുൻകൈ എടുക്കാനുള്ള കഴിവും വേണം, ഉത്തരവാദിത്വ ബോധം വേണം, നല്ല പെരുമാറ്റം വേണം, അയവുള്ള രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി ആയിട്ടുള്ള സമീപനം വേണം, നല്ല വ്യക്തിത്വം വേണം, നയിക്കാനും പഠിപ്പിക്കാനുള്ള കഴിവ് വേണം, ക്ഷമ, സ്ഥിരത, വികാര നിയന്ത്രണത്തിലുള്ള കഴിവെല്ലാം ഒരു ലീഡറുടെ ക്വാളിറ്റിയാണ്. അടുത്ത നാലാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് ലീഡർഷിപ്പ്, എക്സ്പ്ലെയിൻ ഇമ്പോർട്ടൻറ്റ്. എന്താണ് ലീഡർഷിപ്പ്, അതിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്നുള്ളതാണ്. ആത്മവിശ്വാസത്തോടെയും ആവേശത്തോടെയും പണിയെടുക്കുന്നതിന് കീഴ് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിന് മാനേജർക്കുള്ള ശേഷിയാണ് നേതൃത്വമാണ്. അപ്പൊ നേതൃത്വം എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസത്തോടും ആവേശത്തോടും പണിയെടുക്കുന്നതിന് കീഴ് ജീവനക്കാരെ പ്രേരിപ്പിക്കുന്നതിന് ഒരു മാനേജർക്കുള്ള ശേഷിയാണ് നേതൃത്വം എന്ന് പറയുന്നത്. നേതൃത്വത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയെന്ന് വെച്ചാൽ മനോവീര്യം വർദ്ധിപ്പിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ആത്മവിശ്വാസം ഉളവാക്കുന്നുണ്ട്, അധികാര പ്രയോഗം കൊണ്ട് മാത്രം കാര്യം നടക്കില്ല, കീഴ് ജീവനക്കാരെ സ്വാധീനിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുന്ന നേതൃത്വം അധികാരത്തിന് താങ്ങാൻ, ഔപചാരികമായ ബന്ധങ്ങളിലെ കുറവുകൾ നികത്താൻ നേതൃത്വം സഹായിക്കുന്നുണ്ട്. മാനേജ്മെന്റ് ജീവനക്കാർക്കും ഇടയിൽ സൗഹൃദ ബന്ധം പടുത്തുയർത്താൻ നല്ലൊരു നേതൃത്വത്തിന്
കഴിയുന്നുണ്ട് എന്നതാണ് പറയുന്നത്. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ്, വാട്ട് ഈസ് മീൻ ബൈ സൂപ്പർവിഷൻ, സ്റ്റേറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് സൂപ്പർവൈസർ. എന്താണ് സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അടുത്ത ചോദ്യം. ഈ സൂപ്പർവൈസർ എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിലെ കീഴ്ജീവനക്കാരുടെ ജോലികൾ നേരിട്ട് നയിക്കുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് സൂപ്പർവൈസർ എന്ന് പറയുന്നത്. സൂപ്പർവൈസറുടെ ഫങ്ഷൻസ് എന്തൊക്കെയെന്നുള്ളതാണ് ഇനി പഠിക്കേണ്ടത്. ഒന്ന്, നിരന്തര ബന്ധം പുലർത്തുന്നു. മാനേജ്മെന്റ് തൊഴിലാളികളും തമ്മിലുള്ള കണ്ണിയായി പ്രവർത്തിക്കുന്നത് സൂപ്പർവൈസറാണ്. ഗ്രൂപ്പ് ഐക്യം നിലനിർത്തുന്നുണ്ട്. അതേപോലെ തന്നെ ജോലിയുടെ നിർവഹണം ഉറപ്പുവരുത്തുന്നുണ്ട്. ജോലിക്ക് പരിശീലനം നൽകുന്നത് സൂപ്പർവൈസറാണ്. ജോലിക്കാരെ സ്വാധീനിക്കുന്നുണ്ട്, ഫീഡ്ബാക്ക് നൽകുന്നത്. ഇതൊക്കെയാണ് സൂപ്പർവൈസറുടെ ധർമ്മങ്ങൾ പറയുന്നത്. അടുത്തത്, ഡിസ്കസ് ഇൻ ഡീറ്റെയിൽസ് മാസ്ലോ നീഡ് ഹയറാർക്കി തിയറി. മാസ്ലോ നീഡ് ഹയറാർക്കി തിയറിയുടെ കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത്. പ്രസിദ്ധ അമേരിക്കൻ മനഃശാസ്ത്ര വിദഗ്ധനായ അബ്രഹാം മാസ്ലോ മനുഷ്യന്റെ ആവശ്യങ്ങളെ ക്രമമനുസരിച്ച് ഒരു ശ്രേണിയുടെ രൂപത്തിൽ ഒരു സിദ്ധാന്തം വികസിപ്പിച്ചു എന്നുള്ളതാണ്. മാസ്ലോയുടെ നീഡ് ഹയറാർക്കി തിയറി എന്ന് ഇത് പ്രസിദ്ധമാണ്. അപ്പൊ മനുഷ്യ ആവശ്യങ്ങൾ അദ്ദേഹം ഒരു പിരമിഡ് രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. മനുഷ്യന്റെ അടിസ്ഥാന ശാരീരിക ആവശ്യമാണ്. മനുഷ്യന് ഒഴിവാക്കാൻ പറ്റാത്ത ആവശ്യങ്ങളാണ് ആഹാരം, പാർപ്പിടം, വസ്തുക്കൾ. ഇതാണ് ഫിസിയോളജിക്കൽ അടിസ്ഥാനപരമായ ആവശ്യം. പിന്നെ അദ്ദേഹം പറയുന്നത് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി, സുരക്ഷിതമായി നിൽക്കാനുള്ള അവകാശമാണ്. അടിസ്ഥാന ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റിയ ശേഷം ആളുകൾ സുരക്ഷയെ പറ്റി ആലോചിച്ചു തുടങ്ങുന്നുണ്ട്. നല്ല വരുമാന സ്ഥിരത, പെൻഷൻ, അടിസ്ഥാന ശമ്പളം, ഇതൊക്കെ അതിൽ വരുന്നുണ്ട്. മൂന്ന് വരുന്നതാണ് സോഷ്യൽ നീഡ്സ്, സാമൂഹിക ആവശ്യങ്ങളാണ്. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ ബഹുമാന്യമായി കാണാൻ താല്പര്യപ്പെടുന്നുണ്ട്. കൂട്ടുകാരുമായുള്ള നല്ല സൗഹൃദ ബന്ധം, സഹോദര സ്നേഹം തുടങ്ങിയവയാണ് സോഷ്യൽ ആവശ്യം. പിന്നെ പറയുന്നതാണ് എസ്റ്റി നീഡ്സ് ആണ്, അഭിമാന ആവശ്യങ്ങളാണ്. സാമൂഹിക ആവശ്യങ്ങൾ നേടിയ ശേഷം ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നത് സമൂഹത്തിലെ പദവിയും ആദരണീയ സ്വഭാവമാണ്. അഭിമാന ആവശ്യങ്ങളെ ഈഗോ ആവശ്യങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. അഞ്ചാമതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ, സ്വന്തം സാക്ഷാത്കാരത്തിനുള്ള ആവശ്യങ്ങളാണ്. മാസ്ലോയുടെ ആവശ്യ ശ്രേണിയിലെ ഏറ്റവും അവസാനമായി കണക്കാക്കുന്നതാണ് സ്വന്തം സാക്ഷാത്കാരത്തിനുള്ള ആവശ്യങ്ങൾ. അവരുടെ സ്വപ്നങ്ങളുടെയും കാഴ്ചകളുടെയും സാക്ഷാത്കാരമാണ്. ഇതൊരു പിരമിഡ് രീതിയിലാണ് അദ്ദേഹം വിവരിച്ചിരിക്കുന്നത് കേട്ടോ. ഏറ്റവും ഈ പിരമിഡിന്റെ ഏറ്റവും താഴെ ഫിസിയോളജിക്കൽ നീഡ്സ്, പിന്നെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്, പിന്നെ തൊട്ടുമുള്ള സോഷ്യൽ നീഡ്സ്, പിന്നെ എസ്റ്റി നീഡ്സ്, ഏറ്റവും അവസാനമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അടുത്ത ഏഴാമത്തെ ചോദ്യം, വാട്ട് ഈസ് മീൻ ബൈ മോണിറ്ററി ഇൻസെന്റീവ്സ്, സ്റ്റേറ്റിഫൈ. അതിന്റെ 5 ടൈപ്സുകൾ. എന്താണ് മോണിറ്ററി ഇൻസെന്റീവ്സ്, അതിന്റെ പ്രധാനപ്പെട്ട 5 ടൈപ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. ധനപരമായ പ്രേരകങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നേരിട്ട് പണത്തിന്റെ രൂപത്തിലുള്ളതോ പണത്തിന്റെ രൂപത്തിൽ അളക്കാൻ പറ്റുന്നതോ ആയ ആനുകൂല്യങ്ങളൊക്കെയാണ് മോണിറ്ററി ഇൻസെന്റീവ്സ് എന്ന് പറയുന്നത്. അതിൽപ്പെട്ടാണ് ബോണസ് വരുന്നുണ്ട്, പ്രോഫിറ്റ് ഷെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. ബോണസ് എന്ന് പറഞ്ഞാല് ലാഭം നേടുന്ന സ്ഥാപനങ്ങളിൽ എല്ലാ വർഷവും ജോലിക്കാർക്ക് ബോണസ് ആയിട്ട് മൊത്തം തുക നൽകും. സ്ഥാപനത്തിന് ലഭിക്കുന്ന ലാഭമാണ്. ഈ ഒരു മൊത്തം തുക നൽകുന്നതിനുള്ള മാനദണ്ഡം ശമ്പളം, വേതനത്തിന് പുറമെ ജോലിക്കാർക്ക് ലഭിക്കുന്ന ഒരു പ്രചോദനമാണ്. രണ്ടാമതാണ് പ്രോഫിറ്റ് ഷെയർ, ലാഭം വീതിച്ച് നൽകുക. സ്ഥാപനത്തിൽ വന്നു ചേരുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം എല്ലാ ജോലിക്കാർക്കും നൽകുന്നു. ശമ്പളം, വേതനത്തിന് പുറമെയാണ് ഈ വിഹിതം നൽകുന്നത്. ഇതുവഴി ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുന്നതിന് ജോലിക്കാർക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ഇനി എട്ടാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ബ്രീഫ്ലി നോൺ ഇൻ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആണ് എംപ്ലോയീസ് ഓഫ് എ കമ്പനി. ധനപരമല്ലാത്ത ആനുകൂല്യങ്ങളെ കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത്. അതിൽ ശമ്പളങ്ങൾ വരും, അലവൻസ് വരും, ഉൽപാദനക്ഷമത ആനുകൂല്യങ്ങൾ വരും, ബോണസ് വരും.
പണത്തിന്റെ രൂപത്തിൽ അളക്കാൻ സാധിക്കാത്ത ആനുകൂല്യങ്ങളാണ് ധനപരമല്ലാത്ത പ്രേരകങ്ങൾ എന്ന് പറയുന്നത്. മനഃശാസ്ത്രവും സാമൂഹികവും അല്ലെങ്കിൽ വൈകാരികവുമായ ചില ആവശ്യങ്ങളാണ് ജോലിക്കാർക്ക് പുതിയ പദവി, കൂടുതൽ അംഗീകാരം, ജോലിക്കയറ്റം, അംഗീകാരം, മാനേജ്മെന്റിന്റെ പങ്കാളിത്തം എന്നിവ നൽകുകയാണെങ്കിൽ അവരെ മനഃശാസ്ത്രപരമായി തൃപ്തിപ്പെടുത്തുന്നുണ്ട്. പദവി, തൊഴിലാളി അംഗീകാരം, ജോലി സുരക്ഷിതത്വം, തൊഴിലാളി പങ്കാളിത്തം, കരിയർ വളർച്ച തുടങ്ങിയൊക്കെ ധനപരമല്ലാത്ത പ്രേരകങ്ങളാണ്. അടുത്ത എക്സ്പ്ലെയിൻ ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിലധികം ആളുകൾ തമ്മിൽ ആശയവിനിമയം അല്ലെ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നതിനെയാണ് എന്ത് പറയുന്നത്, വിവരങ്ങൾ കൈമാറുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ആശയവിനിമയം നടത്തുമ്പോൾ തന്നെ പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ട്. അതാണ് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന പേരിൽ അറിയുന്നത്. അതിൽ ഒന്നാമത്തേണ് അർത്ഥസംബന്ധമായ സിമാൻറ്റിക് ബാരിയറാണ്. ഒരു സന്ദേശത്തെ വാക്കുകളോ മുദ്രകളോ ആക്കി മാറ്റുന്നതിലെ എൻകോഡിംഗ് ഡീകോഡിംഗ് പ്രക്രിയയിൽ വരുന്ന തടസ്സങ്ങളെയാണ് അർത്ഥസംബന്ധമായ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത്. തെറ്റായി പ്രകടിപ്പിക്കുന്ന സന്ദേശങ്ങൾ, വ്യത്യസ്തമായ അർത്ഥമുള്ള ചിഹ്നങ്ങൾ, തെറ്റായ തർജ്ജമ, വ്യക്തതയില്ലാത്ത അനുമാനങ്ങൾ, വ്യക്തമല്ലാത്ത സംഭാഷണങ്ങൾ, ഇതൊക്കെ അർത്ഥസംബന്ധമായ പ്രതിബന്ധത്തിൽ വരുന്നുണ്ട്. രണ്ടാമത്തേത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്, മനഃശാസ്ത്രപരമായ പ്രതിബന്ധങ്ങളാണ്. ആശയവിനിമയത്തിൽ തടസ്സങ്ങളായി നിൽക്കുന്ന വൈകാരികപരമോ മനഃശാസ്ത്രപരമായ ഘടകങ്ങളെ മനഃശാസ്ത്രപരമായ പ്രതിബന്ധങ്ങൾ എന്ന് വിളിക്കുന്നുണ്ട്. അപകാരമായ വിലയിരുത്തൽ, സന്ദേശം സ്വീകരിക്കുന്ന വ്യക്തിയുടെ ശ്രദ്ധക്കുറവ്, മോശമായ ഓർമ്മശക്തി, സന്ദേശം അയക്കുന്ന വ്യക്തിയും സ്വീകരിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള വിശ്വാസമില്ല തുടങ്ങിയ കാരണങ്ങൾ മനഃശാസ്ത്രപരമായ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നു. 3 ഓർഗനൈസേഷണൽ ബാരിയറാണ്, സംഘടനാപരമായ പ്രതിബന്ധങ്ങളാണ്. സംഘടനാപരമായ ഘടന, അധികാര ബന്ധങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ആശയവിനിമയ തടസ്സങ്ങളാണ് സംഘടനാപരമായ തടസ്സങ്ങൾ എന്ന് പറയുന്നത്. സംഘടനാപരമായ നയങ്ങൾ, നിയമങ്ങളും നിയന്ത്രണങ്ങളും, പദവി, സ്ഥാപനത്തിൻ്റെതായ സൗകര്യം തുടങ്ങിയ സംഘടനാപരമായ പ്രതിബന്ധങ്ങളാണ്. 4 വ്യക്തിഗതപരമായ പ്രതിബന്ധങ്ങളാണ്. സന്ദേശം അയക്കുന്ന വ്യക്തിയുടെയും സ്വീകരിക്കുന്ന വ്യക്തിയുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ ഫലപ്രദപരമായ ആശയത്തെ സ്വാധീനിക്കുന്നതിനെയാണ് വ്യക്തിപരമായ പ്രതിബന്ധങ്ങൾ എന്ന് പറയുന്നത്. അധികാരങ്ങളോടുള്ള ഭയം, വെല്ലുവിളി, മേലുദ്യോഗസ്ഥർക്ക് കീഴ്ജനക്കാനുള്ള വിശ്വാസക്കുറവ്, ആശയവിനിമയ സന്നദ്ധമില്ലായ്മ, വേണ്ടത്ര ആനുകൂല്യങ്ങളുടെ അഭാവം തുടങ്ങിയ വ്യക്തിഗതപരമായ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലാസ്റ്റ് ചോദ്യമാണ് എക്സ്പ്ലെയിൻ റീസെന്റ് ട്രെൻഡ് റിക്രൂട്ട്മെന്റ്. റിക്രൂട്ട്മെന്റിലെ പ്രധാന ട്രെൻഡുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എന്താണ് ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷനിലെ ജോലി ഒഴിവുകൾ നികത്തുന്നതിന് യോഗ്യരായ വ്യക്തികളെ കണ്ടെത്തുന്ന വ്യക്തിയാണ് റിക്രൂട്ട്മെന്റ്. തൊഴിലവസരങ്ങൾ പരസ്യപ്പെടുത്തുക, അഭിമുഖങ്ങൾ നടത്തുക, ഉദ്യോഗാർത്ഥികൾ അവരുടെ കഴിവുകളും യോഗ്യതകളും കണക്കാക്കി ലഭ്യമായ തസ്തികകൾ യോജിച്ചവരെ കണ്ടെത്തുക, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പൊ അതിന്റെ റീസെന്റ് ട്രെൻഡ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് റിക്രൂട്ട്മെന്റിലെ സമീപകാല പ്രവണതകളുമായി എടുത്തു പറയാവുന്ന ഡിജിറ്റലൈസേഷനും സ്ട്രാറ്റജിക് ഔട്ട്സോഴ്സിംഗും ആണ്. ഈ റിക്രൂട്ട്മെന്റിനുള്ള സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ പ്രതിഭകളെ വളർത്തുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഈ റിക്രൂട്ട്മെന്റ്. എന്താണ് ഈ റിക്രൂട്ട്മെന്റ്? ലോകമെമ്പാടുമുള്ള വെബ് www വഴി തൊഴിൽ ഒഴിവുകൾ പരസ്യപ്പെടുത്തുന്ന റിക്രൂട്ട്മെന്റിന്റെ ആധുനിക മേഖല ഉള്ള വെബ്സൈറ്റുകളാണ് ഈ റിക്രൂട്ട്മെന്റ്. ഒരു ഉദ്യോഗാർത്ഥിക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും സൗകര്യപ്രദവും വേഗതയേറിയ രീതിയിൽ കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഈ റിക്രൂട്ട്മെന്റ്. രണ്ടാമത്തെ ഔട്ട്സോഴ്സിംഗ് ആണ്. ഇത് ഒരു തരം ബിസിനസ് പ്രോസസ് ഓഫ് ഔട്ട്സോഴ്സിംഗ്, BPO. ഒരു തൊഴിലുടമ അതിന്റെ റിക്രൂട്ട്മെന്റ് പ്രക്രിയയെ കുറിച്ച് മുഴുവൻ ഭാഗമോ ഒരു ബാഹ്യ സേവന ദാതാവിന് കൈമാറുന്നതാണ് ഔട്ട്സോഴ്സിംഗ്. 3 ഇന്റേൺഷിപ്പ് ആണ്. അഭ്യസ്ത വിദ്യർക്ക് ബന്ധപ്പെട്ട തൊഴിൽ മേഖലയിൽ ജോലി ചെയ്തുകൊണ്ട് പരിശീലനം നേടാൻ അവസരം ഒരുക്കുന്നുണ്ട്. പിന്നെയാണ് അഭിമുഖം നടത്തുക എന്നുള്ളത്. ഈ രീതി പ്രകാരം ഒരു തൊഴിലുടമക്ക് പ്രമുഖ പത്രങ്ങളിലോ ഓൺലൈനായിട്ടോ അഭിമുഖത്തിന്റെ പരസ്യം നൽകുക. ഉദ്യോഗാർത്ഥിയെ നേരിട്ട് കണ്ട് തങ്ങളുടെ ജോലിക്ക് യോഗ്യനാണോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണ് അഭിമുഖത്തിന്റെ ഉദ്ദേശം. പുതിയ കാലഘട്ടത്തിൽ വിവിധ തരത്തിലുള്ള അഭിമുഖങ്ങൾ നടത്താറുണ്ട്. ഓൺലൈൻ അഭിമുഖം നടത്തി തൃപ്തികരമല്ലെങ്കിൽ മാത്രം നേരിട്ട് ഇന്റർവ്യൂവിന് വിളിക്കുന്ന രീതിയും ഇന്ന് പല കമ്പനികളും തൊഴിൽ ദാതാക്കളും സ്വീകരിക്കുന്നുണ്ടെന്നതാണ്. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. എല്ലാ വിഷയത്തിന്റെ മലയാളത്തിന്റെ ഗൈഡ് ആവശ്യമുള്ളവർ എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. അഡ്മിഷൻ സംബന്ധമായ കാര്യങ്ങൾക്ക് 1 മാസം കൊണ്ട്, 2 മാസം കൊണ്ട്, 3 മാസം കൊണ്ടൊക്കെ, 6 മാസം കൊണ്ടൊക്കെ SSLC +2 ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലും നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുക്കുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ, ഗൈഡുകൾ, അസൈൻമെന്റ്, പ്രാക്ടിക്കൽ റെക്കോർഡുകൾ എല്ലാം നൽകുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും വീട്ടിലിരുന്ന മൊബൈലിൽ പരീക്ഷ എഴുതാൻ
താല്പര്യമുള്ളവർക്ക് ബോസ് എഡ്യൂക്കേഷൻ SSLC +2 നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഇഗ്നോ ശ്രീനാരായണ ഗുരു യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG അഡ്മിഷനും നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ നൽകുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ നമ്മുടെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക 9037114679. ഓക്കെ, താങ്ക് യു.